നമസ്കാരം. ശബരിമലയിൽ ദർശനം ലഭിക്കാതെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഭക്തർ ഇന്നും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി ഇരുമുടിക്കെട്ട് അഴിച്ച് നെയ്യഭിഷേകം നടത്തി മാലയൂരി മടങ്ങി. ഇന്നലത്തെ തിരക്കിൽപ്പെട്ട് ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിയവരാണ് പന്തളത്തെത്തി മാല ഊരിയ ശേഷം മടങ്ങിയത്. പാരിപ്പള്ളിയിൽ നിന്നെത്തിയ സ്ത്രീകളടക്കമുള്ള 17-അംഗ തീർത്ഥാടക സംഘവും ദർശനം നടത്താതെ മടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ സംഘം മരക്കൂട്ടം വരെ എത്തിയിരുന്നു. എന്നാൽ തുടർന്നുള്ള മലകയറ്റം വലിയ തിരക്ക് മൂലം നടന്നില്ലെന്നും യാതൊരുവിധ സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്നും തീർത്ഥാടകർ പറയുന്നു. പന്തളത്ത് പോയി ഇരുമുടിക്കെട്ട് സമർപ്പിച്ചു മടങ്ങുമെന്നും പാരിപ്പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടകർ പറയുന്നു. വർഷങ്ങളായി ശബരിമലയിൽ വന്നിട്ടും ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടെന്നാണ് തീർത്ഥാടകർ പറഞ്ഞത്. ഇന്നലെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ദർശന സമയവും നീട്ടി. ഇന്നലെ ആവശ്യത്തിന് സൗകര്യമില്ലാതെ തീർത്ഥാടകർ വലഞ്ഞിരുന്നു. നിരവധി പേർ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ദർശനം കിട്ടാതെ മടങ്ങി. ഇന്നലെ വൈകിട്ടോടെയാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായതെങ്കിലും തിരക്ക് കുറഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയോടെയാണ് നിയന്ത്രണം കടുപ്പിച്ചതോടെ കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായത്. ഇന്ന് രാവിലെ മുതൽ തിരക്കുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ്. ഭക്തർ സുഗമമായിട്ടാണ് ഇപ്പോൾ ദർശനം നടത്തുന്നത്. എന്നാൽ ഭക്തർ കുഴഞ്ഞു വീഴുമ്പോഴും സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉന്നതന്റെ ജപത്തിന് ഒരു തടസ്സവും ഉണ്ടായില്ല. സോപാനത്തിന് സമീപത്തുള്ള കിഴക്കേ മണ്ഡപത്തിലാണ് സുരക്ഷാ ചുമതലയുള്ള ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ മണിക്കൂറുകളോളം നീളുന്ന ജപം അരങ്ങേറിയത്. ഭക്തർ കുടിവെള്ളവും ദർശനവും കിട്ടാതെ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതിഷ്ഠയേക്കാൾ വലിയ പ്രതിഷ്ഠയായി ഈ IPS ഉദ്യോഗസ്ഥൻ അരങ്ങുവാണത്. ഇത് ഭക്തർക്കിടയിൽ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ശബരിമലയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഭക്തർ കുഴഞ്ഞു വീഴുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഈ ഉന്നതൻ ജപത്തിന്റെ തിരക്കിലായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. VIP ദർശനവും പരിഗണനയും പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഇതിനെല്ലാം പുല്ലുവില കൽപ്പിച്ച് IPS ഉന്നതന്റെ ഭക്തി ഷോ അരങ്ങേറിയത്. ഈ ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തുമ്പോഴെല്ലാം ഇത്തരം രീതികൾ പതിവെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദരിച്ച ഭക്തൻ കൂടിയാണ് ഈ ഉന്നത IPS ഉദ്യോഗസ്ഥൻ എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. സുരക്ഷാ ചുമതലയ്ക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറി തുടങ്ങിയാൽ എന്താകും അവസ്ഥയെന്ന ചോദ്യം പ്രസക്തമാണ്. ഇത്തരം നടപടി ഗുരുതരമായ അനാസ്ഥ മാത്രമല്ല, മനഃപൂർവമായ സുരക്ഷാ വീഴ്ച കൂടി ആയതിനാൽ CCTV ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് അയ്യപ്പ ഭക്തർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ അനിവാര്യമാണെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഈ മണ്ഡലകാലത്ത് പോലീസിന്റെയും ദേവസ്വത്തിന്റെയും മുന്നൊരുക്കങ്ങൾ പാളിയതിന്റെ ഫലമായി വൻ പ്രതിസന്ധിയാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. ഭക്തപ്രവാഹം നിയന്ത്രിക്കുവാൻ പോലീസിന് പറ്റാതായതോടെ സകല നിയന്ത്രണവും വിട്ടുപോകുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ശബരിമല സാക്ഷ്യം വഹിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായി പോയതും. ഇതിനിടയിലാണ് സുരക്ഷാ ചുമതലയ്ക്ക് നേതൃത്വം നൽകേണ്ട ഉന്നത IPSകാരന്റെ പ്രവൃത്തിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തെത്തിയ തീർത്ഥാടക കുഴഞ്ഞുവീണ് മരിച്ചിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് എടക്കുളം വസന്തപുരം ക്ഷേത്രത്തിന് സമീപം നിർമാല്യത്തിൽ സതിയാണ് മരിച്ചത്. മല കയറുന്നതിനിടെ അപ്പാച്ചിമേട്ടിൽ വെച്ച് സതി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പം ദർശനത്തിനെത്തിയതാണ് സതി. മണിക്കൂറുകളോളം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് ദർശനത്തിന് അവസരം ലഭിച്ചത്. പമ്പയിൽ നിന്ന് 6-7 മണിക്കൂറെടുത്താണ് ഭക്തർ നടപ്പന്തലിന് മുകളിലേക്ക് എത്തിയത്. കനത്ത തിരക്കിനിടെ കുടിവെള്ളം പോലും ലഭിക്കാതെ നിരവധി ഭക്തർ കുഴഞ്ഞു വീണു. തീർത്ഥാടകർ ബാരിക്കേഡിന് പുറത്തിറങ്ങി സന്നിധാനത്തേക്ക് ഒഴുകിയത് ഭയാനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പിന്നാലെ പോലീസ് കാഴ്ചക്കാരായി മാറി. സന്നിധാനത്ത് തിക്കിലും തിരക്കിലും അപകടമുണ്ടാകുന്ന അവസ്ഥയായിരുന്നു. തിരക്ക് നിയന്ത്രിക്കുവാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ADGP S ശ്രീജിത്തിന് കത്തു നൽകുകയും ചെയ്തു. സന്നിധാന പോലീസ് സ്പെഷ്യൽ ഓഫീസറെ അദ്ദേഹം വിളിച്ചു വരുത്തി. തീർത്ഥാടന ഒരുക്കങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും പോലീസും കാട്ടിയ അനാസ്ഥയാണ് ഈ തീർത്ഥാടനം കുളമാക്കിയതെന്നാണ് ആക്ഷേപം. ദർശനം നടത്താൻ കഴിയാതെ ആയിരങ്ങളാണ് മലയിറങ്ങിയത്. വെയിലേറ്റു വലയുന്നവരിൽ കുട്ടികൾ അടക്കമുണ്ടായിരുന്നു. അതായത് മുന്നൊരുക്കങ്ങൾ പാളി. ക്യൂ നിൽക്കുന്നവർക്ക് കുടിവെള്ളം കൊടുക്കാൻ സംവിധാനമുണ്ടായിരുന്നില്ല. തീർത്ഥാടകർ തളർന്നു വീണു. സഹായത്തിന് കേന്ദ്രസേന എത്തിയില്ല.
ഫണ്ട് ഇല്ലാത്തതിനാൽ സേഫ് സോൺ പ്രവർത്തനം നിർജ്ജീവമായി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ മുൻ വർഷങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും കാണിച്ച താൽപര്യം ഇത്തവണ ഉണ്ടായില്ല. തീർത്ഥാടനത്തിന് നട തുറക്കുന്ന ദിവസം ദേവസ്വം മന്ത്രി പമ്പയിലും സന്നിധാനത്തുമെത്തി അവസാനവട്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതാണ്. അത് ഇത്തവണ ഉണ്ടായില്ല. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിയില്ലെന്ന് വന്നതോടെ കാര്യമായ ക്രമീകരണങ്ങൾ നടത്താതെയാണ് പഴയ ബോർഡ് സ്ഥാനമൊഴിഞ്ഞത്. നട തുറക്കുന്നതിന്റെ തലേ ദിവസമാണ് കെ ജയകുമാർ പ്രസിഡന്റായ പുതിയ ബോർഡ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനാൽ തീർത്ഥാടനം തുടങ്ങിയിട്ടും ദേവസ്വം ബോർഡിന്റെ ക്രമീകരണങ്ങളായില്ല. സ്വർണ്ണക്കൊള്ളയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘവും അമിക്കസ് ക്യൂറിയും വിജിലൻസും പിടിമുറുക്കുകയും പരിശോധന കർശനമാക്കുകയും ചെയ്തതോടെ കൃത്യമായ ഉത്തരവുകളില്ലാതെ ഉയർന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ വേണ്ട ക്രമീകരണങ്ങൾക്ക് മുൻകൈയെടുക്കാതെ മടിച്ചു നിൽക്കുകയായിരുന്നു. ഇതും ദേവസ്വം ബോർഡിന്റെ തീർത്ഥാടന ഒരുക്കങ്ങളെ ബാധിച്ചു. തളർന്നു വീഴുന്നവരെ ദുരന്ത നിവാരണ സേന അപ്പോൾ തന്നെ സ്ട്രെച്ചറിൽ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും അഗ്നിരക്ഷാസേന മാത്രമാണുള്ളത്. പണ്ട് അയ്യപ്പ സേവാ സംഘമായിരുന്നു സൗജന്യ സേവനമായി സ്ട്രെച്ചർ ചുമന്നിരുന്നത്. തീർത്ഥാടകർ തളർന്നു വീഴുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ സംഘം പ്രവർത്തകർ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു. സംഘത്തിനെ ശബരിമലയെ നിരോധിച്ചതിന് കാരണം അവർ സേവനത്തിനല്ല. ദിവസവേതനത്തിന് ദേവസ്വം ബോർഡ് കുറച്ചുപേരെ സ്ട്രെച്ചർ ചുമക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ സേവനം കാര്യമായി തീർത്ഥാടകർക്ക് ലഭിക്കുന്നുമില്ല. 10 മണിക്കൂർ വരെ ക്യൂ നീണ്ടതോടെ ഭക്ഷണം കഴിക്കാതെ നിരവധി പ്രമേഹ രോഗികളായ തീർത്ഥാടകർ തളർന്നു വീഴുകയായിരുന്നു. മുൻ വർഷങ്ങളിൽ ക്യൂ നിൽക്കുന്നവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനും സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. ഇത്തവണ 2 സ്ഥലത്ത് മാത്രമാണ് ബിസ്ക്കറ്റ് വിതരണം നാമമാത്രമായി നടന്നത്. കഴിഞ്ഞ വർഷം 18ാം പടി കയറ്റാൻ പ്രത്യേക പരിശീലനം നൽകിയ പോലീസുകാരെയാണ് ഇറക്കിയത്. ഇത്തവണ ഇക്കാര്യത്തിൽ പോലീസ് വേണ്ട താൽപര്യം കാണിച്ചില്ല. KAPയുടെ വിവിധ ബറ്റാലിയനിൽ നിന്നുള്ള പോലീസുകാരെയാണ് ഇത്തവണ രംഗത്തിറക്കിയത്. കഴിഞ്ഞ വർഷം മിനിറ്റിൽ 80 മുതൽ 85 വരെ പടികയറ്റിയ സ്ഥാനത്ത് ഇവർ 50-ൽ താഴെ പേരെ മാത്രമാണ് പടികയറ്റിയത്. വേഗം കുറഞ്ഞതോടെ ക്യൂവിന്റെ നീളം കൂടി. മിക്കപ്പോഴും ദർശനത്തിനായി മേൽപ്പാലത്തിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശബരിമല സേഫ് സോൺ പ്രവർത്തനത്തിന് ഇത്തവണ സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല. അതിനാൽ അപകടമുണ്ടാകുന്ന സ്ഥലത്ത് പോലും ഓടിയെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. 18ാം പടി കയറാൻ 10 മണിക്കൂറിൽ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്നവർക്ക് ദാഹജലം കൊടുക്കാൻ വേണ്ടത്ര ജീവനക്കാരെ എത്തിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പൂർണ്ണമായും പരാജയപ്പെട്ടു. 18ാം പടി കയറാനുള്ള നീണ്ട നിര ഇന്നലെ അപ്പാച്ചിമേട് വരെയാണ് തീർത്ഥാടകർ ക്യൂ നീണ്ടത്. ശാരംകുട്ടിയിൽ തിളപ്പിക്കുന്ന ചുക്കുവെള്ളം പൈപ്പ് വഴി സന്നിധാനം വലിയ നടപ്പന്തൽ വരെ എത്തിക്കുന്നുണ്ട്. ക്യൂ നിൽക്കുന്നതിന്റെ വശങ്ങളിൽ ഏതാനും സ്ഥലത്ത് ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ അതിൽ നിന്ന് വെള്ളം പിടിച്ചു കുടിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിഗമനം. അതിനാൽ ക്യൂ നിൽക്കുന്നവർക്ക് ചുക്കുവെള്ളം കൊടുക്കുവാനുള്ള താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കുറച്ചു. മതിൽ പോലെ തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞ് ക്യൂ നിൽക്കുന്നതിനാൽ ചുക്കുവെള്ളം കിട്ടുന്ന ടാപ്പ് ഭൂരിഭാഗം പേരുടെയും ശ്രദ്ധയിൽ വരില്ല. അതിനാൽ ദാഹജലം കിട്ടാതെ നിരവധി പേർ തളർന്ന് വീഴുകയായിരുന്നു. ഇതിനിടെ അസൗകര്യങ്ങൾ വകവയ്ക്കാതെയുള്ള തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് കാനനപാതയിൽ സമയക്രമം ഏർപ്പെടുത്തി. എരുമേലി വനമേഖലയിൽ കൊയ്ക്കകാവ് വഴി കാളക്കെട്ടിയിലേക്ക് ഭക്തർക്ക് കടന്നുപോകാനുള്ള സമയം രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ്. ഈ ഭാഗത്ത് വനപാലകരുടെ നേതൃത്വത്തിൽ വനസംരക്ഷണ സമിതിയുടെ സഹകരണത്തിലുമാണ് ഭക്തരുടെ യാത്രയ്ക്ക് സൗകര്യം ഒരുക്കുന്നത്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തൃശൂരിൽ നിന്നുള്ള NDRFന്റെ ആദ്യ സംഘം ഇന്നെത്തി. ആദ്യ സംഘം ഇന്ന് ചുമതല ഏറ്റെടുത്തു. ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം വൈകിട്ടോടെ എത്തും. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മരക്കൂട്ടം മുതൽ മണിക്കൂറുകൾ ക്യൂവിൽ നിന്നുകൊണ്ടാണ് ഭക്തർ ദർശനം നടത്തി മടങ്ങിയത്.